പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് ചോരി ആക്ഷേപം അതിർത്തികൾ കടന്ന് അലയൊലികൾ സൃഷ്ടിക്കുകയാണ്. ഹരിയാനയിൽ കോൺഗ്രസ് അടങ്ങിയ പ്രതിപക്ഷം തകർന്നടിഞ്ഞതിന് പിന്നിൽ വൻ അട്ടിമറിയാണ് നടന്നതെന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയിരുന്നു. വാർത്താ സമ്മേളനം നടത്തി വെറുതെ പോകുന്നതിന് പകരം തെളിവുകൾ ഒന്നൊന്നായി രാഹുൽ ഗാന്ധി പുറത്തുവിടുമ്പോൾ ബി വലിയ പ്രതിസന്ധിയിലാണ് എത്തി നിൽക്കുന്നത്. 2 കോടിയിൽ പരം വോട്ടർമാരുള്ള ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ 25 ലക്ഷത്തിലേറെ വോട്ടർമാർ വ്യാജന്മാരാണെന്നാണ് പട്ടിക പരിശോധിച്ച് വിശകലനം നടത്തിയ ടീം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഓരോ 8 വോട്ടർമാരിൽ 1 വ്യാജനായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അത് മൊത്തം വോട്ടർമാരുടെ 12.5% വരും. കോൺഗ്രസ് പാർട്ടി നിയോഗിച്ച ടീമിന്റെ കണ്ടെത്തലനുസരിച്ച് 5,21,619 ഇരട്ടിപ്പുകളും 93,124 അസാധു വിലാസങ്ങളും വിവിധ മേൽവിലാസങ്ങളിലായി 19,26,315 വോട്ടുകൾ നിയമവിരുദ്ധമായി കൂട്ടത്തോടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടവയും ഉൾപ്പെടെ മൊത്തം 25,41,144 വ്യാജ വോട്ടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയതായി വെളിപ്പെട്ടിരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ വ്യാജ വോട്ടുകൾ തിരികെ കയറ്റുന്നതിൽ ആസൂത്രിതവും സംഘടിതവുമായ ഗൂഢാലോചന നടന്നതിന്റെ നിരവധി തെളിവുകൾ രാഹുൽ ഗാന്ധി മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ നടത്തിയ പവർ പോയിന്റ് പ്രസന്റേഷനിൽ നിരത്തിയിരുന്നു. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ വിവിധ പേരുകളിൽ വോട്ടർ പട്ടികയിൽ 22 തവണ പ്രത്യക്ഷപ്പെട്ടത് അവയിൽ 1 മാത്രമാണ്. മറ്റൊരു സ്ത്രീയുടെ ചിത്രം വിവിധ പ്രായത്തിലും പേരിലുമായി 2 പോളിംഗ് ബൂത്തുകളിലായി 223 തവണ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സംഘടിതവും ആസൂത്രിതവും കേന്ദ്രീകൃതവുമായി നടന്ന വോട്ട് കൊള്ളയിലേക്കാണ് രാഹുൽ പുറത്തുവിട്ട തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്. വോട്ടർ പട്ടികയിലെ 1,24,127 ഫോട്ടോകൾ വ്യാജമോ അവ്യക്തമോ ആണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റുകളും പാകപ്പിഴകളും കണ്ടെത്തി നീക്കം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ലഭ്യമാണെന്നിരിക്കെ അവർ അതിന് മുതിർന്നില്ലെന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ എന്നീ ഉന്നതരുടെ അറിവോടെയും അനുമതിയോടെയും നടന്ന തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ അട്ടിമറിയാണെന്ന് കരുതുന്നതിൽ തെറ്റില്ല. രാഹുൽ ഗാന്ധിയുടെ ബുധനാഴ്ചത്തെ വെളിപ്പെടുത്തൽ നേരത്തെ കർണാടകയിലെ മഹാദേവപുര, അലാന്ത് എന്നിവിടങ്ങളിലെ വോട്ടർ പട്ടികയിൽ ആരോപിക്കപ്പെട്ട അട്ടിമറിയുടെ തുടർച്ചയാണ് എന്ന് കാണാൻ സാധിക്കും. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെപ്പറ്റി ഭരണഘടനാപരമായ ഉത്തരവാദിത്തപ്പെട്ട പദവി വഹിക്കുന്ന പ്രതിപക്ഷ നേതാവ് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ നിഷ്പക്ഷമായ അന്വേഷണം പ്രഖ്യാപിക്കാൻ വിസമ്മതിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെയും നിലപാട് ദുരൂഹവും സംശയാസ്പദവുമാണ്. വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികൾ എന്ന നിലയിൽ ബി കേന്ദ്ര ഭരണ നേതൃത്വവും സ്വീകരിക്കുന്ന നിലപാട് അവരുടെ രാഷ്ട്രീയ പ്രതിരോധമായി കണക്കാക്കാം. എന്നാൽ ആരോപണമുന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് തന്നെ അവ സത്യവാങ്മൂലം സഹിതം പരാതിയായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തന്റെ ഭരണഘടനാ പദവിക്കും നിഷ്പക്ഷതയ്ക്കും നിരക്കാത്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കാനും പരാതി നൽകുന്നതിനും കാലതാമസം നേരിട്ടുവെന്നതും അതിൽ പരാജയപ്പെട്ട പ്രതിപക്ഷം അവ തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പ്രത്യാരോപണം ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഏതു പാളയത്തിലാണെന്നതും ആരുടെ തടവുകാരാണെന്നതും വ്യക്തമാക്കുന്നുണ്ട്. വിഷയത്തിൽ സുപ്രീം കോടതി നേരിട്ട് ഇടപെടാൻ വിസമ്മതിക്കുകയും തികച്ചും പക്ഷപാതപരമായും വിഭാഗീയ ലക്ഷ്യത്തോടെയും പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയും ഭരണഘടനാ സ്ഥാപനങ്ങളും ജനാധിപത്യം തന്നെയും നേരിടുന്ന ആഴമേറിയ പ്രതിസന്ധിയാണ് തുറന്നുകാട്ടുന്നത്. പ്രധാനമന്ത്രി മോദി ഈ വോട്ട് കൊള്ളയിൽ നേരിട്ട് പങ്കെടുത്തു എന്ന ആക്ഷേപവും രാഹുൽ ഉയർത്തിവിടുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള തെളിവുകൾ പുറത്തുവിടുമെന്ന് രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്.